to discuss about the structure of male gamete called sperm. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൽ ഗ്യാമീറ്റായ സ്പേമിന്റെ സ്ട്രക്ചർ ആണ്. സ്പേമിന് ഒരു പേരുണ്ട് കേട്ടോ. സ്പേം ഈസ് ആൾസോ കോൾഡ് സ്പെർമാറ്റോസോവ എന്നും പറയും കേട്ടോ. സ്പേമിന്റെ വേറെ പേരെന്താ? സ്പെർമാറ്റോസോവ. സോ സ്പേമിന്റെ സ്ട്രക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനൊരു സ്ട്രക്ചർ, സ്പേമിന്റെ സ്ട്രക്ചർ ഇവിടെ വരച്ചിരിക്കുന്നത്. ബോർഡിൽ ഒരു സ്പേമിന്റെ സ്ട്രക്ചറും അതിന്റെ പാർട്സും ലേബൽ ചെയ്തിട്ടുണ്ട്. ഒരു സ്പേമിന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഒരു സ്പേമിന് പ്രധാനമായിട്ട് 4 ഭാഗങ്ങൾ. നോക്കി, ഹെഡ്, ഒരു നെക്ക്, ഒരു മിഡിൽ പീസ്, ഒരു ടെയിൽ. സോ വാട്ട് ആർ ദ 4 പാർട്സ് ഓഫ് സ്പേം? ഹെഡ്, അതാ ഇവിടെ തൊട്ട് അതാ ഇവിടെ വരെ ഹെഡ്. പിന്നെ ഒരു ചെറിയ ഒരു ഷോർട്ട് നെക്ക്. ദെൻ ദിസ് പാർട്ട് ഈസ് കോൾഡ് മിഡിൽ പീസ് ആൻഡ് എ ടെയിൽ. സോ വാട്ട് ആർ ദ 4 പാർട്സ് ഓഫ് സ്പേം? ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ. സോ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഓരോന്നിനെയും കുറിച്ച് നോക്കാം. എന്താണ് ഹെഡിലുള്ളത്? ഹെഡിൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഇതാ ഈ കാണുന്ന ഇലോങ്ങേറ്റഡ് ആയി കാണുന്ന ഈ സ്ട്രക്ചർ ഉണ്ടോ? ഇതാ ഈ സ്ട്രക്ചർ, ഈ കാണുന്നതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. സ്പേം എന്ന് പറയുന്നത് മെയിൽ ഗ്യാമീറ്റ് അല്ലേ? അപ്പൊ അതിൽ എത്ര ക്രോമസോം ഉണ്ട്? 23 ക്രോമസോം. ഹാപ്ലോയിഡ് ആണ് അല്ലെ? സ്പേം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. 23 ക്രോമസോം. ക്രോമസോം ഇരിക്കുന്ന എവിടെ? ന്യൂക്ലിയസ്. അപ്പൊ മെയിൽ ഗ്യാമീറ്റ സ്പേമിന്റെ 23 ക്രോമസോമുകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന ന്യൂക്ലിയസ് ഇരിക്കുന്ന എവിടെയാണ്? ഹെഡിലായിട്ടാണ്, ഏറ്റവും മുകളിലാണ്. സാധാരണ ന്യൂക്ലിയസ് എല്ലാം മതി വരും അല്ലെ? എന്നാൽ ഇതിന്റെ ന്യൂക്ലിയസ് ഏറ്റവും മുകളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു വലിയ ന്യൂക്ലിയസ് ആണ്, ഒരു ഇലോങ്ങേറ്റഡ് ന്യൂക്ലിയസ് ആണ് സ്പേമിനുള്ളത്, ഹ്യൂമൻ സ്പേമിനുള്ളത്. സോ ഹെഡിൽ എന്താ ഉള്ളത്? ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള 23 ക്രോമസോം അടങ്ങിയ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് തൊട്ടു മുകളിൽ, അതായത് ഹെഡിന്റെ ഏറ്റവും മുകളിൽ നമ്മൾ ആന്റീരിയർ എന്ന് പറയും കേട്ടോ. ഹെഡിന്റെ ഏറ്റവും മുകളിലായിട്ട്, അല്ലെങ്കിൽ സ്പേമിന്റെ ഏറ്റവും മുകളിൽ ആന്റീരിയർ പാർട്ടിലായിട്ട് ഈ ന്യൂക്ലിയസിന് മുകളിൽ ഒരു തൊപ്പി പോലൊരു സ്ട്രക്ചർ ഉണ്ടോ? എ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് അബൌവ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് മുകളിൽ, ഹെഡ് ന്യൂക്ലിയസിന് മുകളിൽ ഒരു തൊപ്പി പോലെ കാണപ്പെടുന്ന സ്ട്രക്ചർ, ദാറ്റ് ഈസ് കോൾഡ് അക്രോസോ. എന്താ പേര്? അക്രോസോ. ACROSOM. സോ 2 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഹെഡ്. എന്തൊക്കെയാ വരുന്നത്? ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ്, 23 ക്രോമസോം അടങ്ങിയ ഒരു ന്യൂക്ലിയസും ആ ന്യൂക്ലിയസിന് മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന സ്ട്രക്ചർ, അതിന് പറയുന്ന പേര് അക്രോസോ. സോ ദ ഹെഡ് ഓഫ് ദി സ്പേം കൺസിസ്റ്റ് ഓഫ് an elongated haploid nucleus and a cap-like structure called acrosome. So what is acrosome എന്ന് വെച്ചാൽ പറയണം. Acrosome is a cap-like structure present above the nucleus of the head of the sperm. സ്പേമിന്റെ ഹെഡിൽ ന്യൂക്ലിയസിന് മുകളിൽ കാണുന്ന ക്യാപ് ലൈക്ക് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് അക്രോസോം. ഇനി ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് അക്രോസോം? അക്രോസോമിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ദ അക്രോസോം കണ്ടെയ്ൻസ് ലൈറ്റിക് എൻസൈംസ്. Acrosome contains lytic enzyme. What is lytic? Lysis. പൊട്ടിക്കാൻ കഴിവുള്ള എൻസൈം. ആരെയാ പൊട്ടിക്കേണ്ടത്? ടു ഫെർട്ടിലൈസ് ദി ഓവം. സ്പേമും, മെയിൽ ഗ്യാമീറ്റ സ്പേമും ഫീമെയിൽ ഗ്യാമീറ്റ ഓവവും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകുന്ന പ്രക്രിയക്കാണല്ലോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പേം ആരുമായിട്ട് ഫ്യൂസ് ചെയ്യണം? ഫീമെയിൽ ഗ്യാമീറ്റ ഓവവുമായിട്ട് ഫ്യൂസ് ചെയ്യണം. അപ്പോൾ ഓവത്തിന് കുറെ ലെയറുകളുണ്ട്. നമുക്കിനി പഠിക്കാം കേട്ടോ. ഓവത്തിന് കുറെ മെംബ്രെയിനുകളുണ്ട്, കവറിംഗ് ഉണ്ട്, ലെയറുകളുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഓവത്തിനകത്തുള്ള ന്യൂക്ലിയസുമായി സ്പേമിന്റെ ന്യൂക്ലിയസിന് ഫ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള എൻസൈംസ് അടങ്ങിയിരിക്കുന്ന സ്ട്രക്ചറാണ് ആര്? അക്രോസോം. അപ്പോൾ എന്താ അക്രോസോമിന്റെ ഫംഗ്ഷൻ? അക്രോസോം കണ്ടെയ്ൻസ് ലൈറ്റിക് എൻസൈം, പൊട്ടിക്കാൻ കഴിവുള്ള എൻസൈം, ടു പെനിട്രേറ്റ് ദി ഓവം. ആ എൻസൈമിന്റെ സഹായത്തിൽ ആര് പെനിട്രേറ്റ് ചെയ്യുന്നു? ഓവത്തെ പെനിട്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫെർട്ടിലൈസേഷൻ. അത് എന്തിനെ സഹായിക്കുന്നു? ഫെർട്ടിലൈസേഷനെ സഹായിക്കുന്നു. സോ ഓവത്തെ ഫെർട്ടിലൈസ് ചെയ്യാൻ സഹായിക്കുന്ന, ഓവത്തിനകത്ത് കയറാൻ സഹായിക്കുന്ന എൻസൈംസ്, ലൈറ്റിക് എൻസൈംസ് അടങ്ങിയിരിക്കുന്ന ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ആണ് അക്രോസോം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വാട്ട് ഈസ് അക്രോസോം ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? എന്താണ് അക്രോസോം? അക്രോസോമിന്റെ ഫംഗ്ഷൻസ് എന്താണ്? അക്രോസോം എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ, അക്രോസോം ഈസ് എ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ present above the nucleus of the head of the sperm. സ്പേമിന്റെ ഹെഡ് ന്യൂക്ലിയസിന് മുകളിൽ കാണുന്ന ക്യാപ് ലൈക്ക് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് അക്രോസോം. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ?
It contains lytic enzyme. എന്തായാലുള്ള ലൈറ്റിക് എൻസൈം ദാറ്റ് ഹെൽപ്സ് ടു ഫെർട്ടിലൈസ് ദി ഓവം. ഇതിനകത്ത് ലൈറ്റിക് എൻസൈം ഉണ്ട്, അത് ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. ക്ലിയർ? എനിവേ, സോ വി ജസ്റ്റ് ഡിസ്കസ്ഡ് അബൌട്ട് ദി ഹെഡ് ഓഫ് ദി സ്പെം. നെക്സ്റ്റ് ഈസ് നെക്ക്. എ ഷോർട്ട് നെക്ക്. ഹെഡിനും മിഡിൽ പീസിനും ഇടയിലായിട്ട് ചെറിയ ഒരു നെക്കാണ് സ്പേമിനുണ്ട്, ചെറിയ ഷോർട്ട് നെക്കുണ്ട്. അതിന്റെ ഫങ്ഷൻസ് ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇല്ല, പഠിക്കാനായിട്ടില്ല. സോ ഹെഡ് കഴിഞ്ഞ് അടുത്ത കാണുന്ന ഒരു ഷോർട്ട് റീജിയൻ ആണ് എന്ന് പറയുന്നത് നെക്ക്. നെക്ക് കഴിഞ്ഞ് കാണുന്ന സ്ട്രക്ചർ, ഈ കാണുന്ന സ്ട്രക്ചർ മൊത്തത്തിൽ പറയുന്ന പേരാണ് മിഡിൽ പീസ്. എന്താ പേര്? മിഡിൽ പീസ്. ഈ കാണുന്ന സ്ട്രക്ചറാണ് മിഡിൽ പീസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. എന്താണ് മിഡിൽ പീസിന്റെ ഫംഗ്ഷൻ? എന്താ മിഡിൽ പീസിലുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ മിഡിൽ പീസിനകത്ത് കുറെ സ്ട്രക്ചർ വെച്ചിരിക്കുന്നുണ്ടോ, സ്പൈറലി അറേഞ്ച്ഡ് സ്ട്രക്ചർ. ഇതെന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മൈറ്റോകോൺട്രിയ. അതെന്താണ്? മൈറ്റോകോൺട്രിയയാണ്. ഒരു സെല്ലിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നതാണ് മൈറ്റോകോൺട്രിയ, എനർജി പ്രൊഡ്യൂസർ അല്ലെ. സോ ഇതിനകത്ത് കാണുന്ന മൈറ്റോകോൺട്രിയ, ഒരു സ്പേമിനകത്ത് മൈറ്റോകോൺട്രിയ ഇരിക്കുന്ന ഭാഗമാണ് ഏത്? മിഡിൽ പീസ്. മിഡിൽ പീസിലാണ് എന്തിരിക്കുന്ന? മൈറ്റോകോൺട്രിയ. എങ്ങനെയാണ് മൈറ്റോകോൺട്രിയ ഇരിക്കുന്നത്? സ്പൈറലി അറേഞ്ച്ഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ അറേഞ്ച്മെന്റ്. എങ്ങനെ? സ്പൈറലി അറേഞ്ച്ഡ് മൈറ്റോകോൺട്രിയ ഇരിക്കുന്ന പാർട്ടാണ് ഏത്? മിഡിൽ പീസ്. മിഡിൽ പീസ് കണ്ടെയ്ൻ സ്പൈറലി അറേഞ്ച്ഡ് മൈറ്റോകോൺട്രിയ. എന്താ അതിന്റെ ഫംഗ്ഷൻ? ദാറ്റ് പ്രൊഡ്യൂസ് എനർജി. സ്പേമിന് മൂവ് ചെയ്യാൻ ആവശ്യമായ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ മിഡിൽ പീസിലിരിക്കുന്ന മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടന്റ്. The middle piece contains spirally arranged mitochondria that produce energy for the movement of the sperm. So middle piece is followed by a structure called tail. So middle piece കഴിഞ്ഞാൽ അടുത്തത് ഒരു വാല് അല്ലെ, ഒരു ടെയിൽ ഉണ്ട്. ആക്ച്വലി ഇതിന്റെ ടെയിൽ എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് ഫ്ലജല്ലമാണ്. ലോങ് സീലിയക്ക് പറയുന്ന പേരാണ്, സീലിയ നീളം കൂടുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഫ്ലജല്ലം. ഒരു മോഡിഫൈഡ് ഫ്ലജല്ലമാണ് ആക്ച്വലി ഏത്? ടെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്പേമിന്റെ ടെയിൽ എന്ന് പറയുന്ന ആക്ച്വലി ടെയിൽ എന്ന് പറയുന്ന സ്പേമിന്റെ എന്താണ്? ഫ്ലജല്ലമാണ്. സോ എന്താ ഫ്ലജല്ലത്തിന്റെ ഫംഗ്ഷൻ? മൂവ്മെന്റിന് സഹായിക്കുക. സോ സ്പേമിന്റെ മൂവ്മെന്റിന് സഹായിക്കുക എന്നുള്ളതാണ് ടെയിലിന്റെ ഫംഗ്ഷൻ. ആ ടെയിലിനെ മൂവ് ചെയ്യാൻ സഹായിക്കുക, ആ ടെയിൽ ഉപയോഗിച്ച് സ്പേമിന് മൂവ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം? ചുമ്മാ വാല് മാത്രം പോരാ. നമുക്ക് കാല് മാത്രം ഉണ്ടായി നടക്കാൻ പറ്റുമോ? ഇല്ല. കാല് മാത്രം വിചാരിച്ചാൽ പറ്റൂല. കാലിലേക്ക് നല്ലപോലെ, കാലിലെ സെൽസിന് എന്ത് വേണം? ബോൺസിന് നല്ലപോലെ എനർജി വേണം. അതുപോലെ ഈ ടെയിൽ ഉപയോഗിച്ച് സ്പേമിന് മൂവ് ചെയ്യണമെങ്കിൽ ഈ ടെയിലിന് എന്ത് വേണം? എനർജി വേണം. ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? മിഡിൽ പീസിനകത്തിരിക്കുന്ന മൈറ്റോകോൺട്രിയ ഫംഗ്ഷൻ. സോ മിഡിൽ പീസിലിരിക്കുന്ന മൈറ്റോകോൺട്രിയ ആർക്ക് വേണ്ടിയുള്ള എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടെയിലിന് വേണ്ടി. ആ ടെയിൽ ഉപയോഗിച്ചാണ് സ്പേം എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ സ്ട്രക്ചർ ഓഫ് സ്പേം? ഒരു സ്പേമിന്റെ ഭാഗങ്ങളെ 4 ആയി തരംതിരിക്കാം. ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ. ഏതൊക്കെ ഹെഡിലുള്ളത്? ഹെഡിൽ ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ആ ഹാപ്ലോയിഡ് ന്യൂക്ലിയസിന് മുകളിൽ ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് അക്രോസോം. ദ അക്രോസോം കണ്ടെയ്ൻസ് ലൈറ്റിക് എൻസൈം ദാറ്റ് ഹെൽപ്സ് ടു ഫെർട്ടിലൈസ് ദി ഓവം. അത് എന്തിനു സഹായിക്കുന്നു? ഓവത്തെ ഫെർട്ടിലൈസ് ചെയ്യാൻ. ഫെർട്ടിലൈസ് ദി ഓവം. ഓവത്തിനകത്ത് സ്പേമിനെ കയറി സ്പേമിന്റെ ന്യൂക്ലിയസും ഓവത്തെ ന്യൂക്ലിയസുടെ ഫ്യൂസ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് അക്രോസോമിനകത്തിരിക്കുന്ന ലൈറ്റിക് എൻസൈമിന്റെ ഫംഗ്ഷൻ. ദെൻ ഹെഡ് കഴിഞ്ഞാൽ ഒരു ചെറിയ നെക്ക് ഉണ്ട്, ഒരു ഷോർട്ട് നെക്ക്. ദാറ്റ് ഈസ് ഫോളോഡ് ബൈ മിഡിൽ പീസ്. The middle piece contains spirally arranged mitochondria that produce energy for the movement of the sperm. Then it is a tail. A tail is a modified flagellum which helps in the movement of the sperm. So we discussed about the structure of the sperm or spermatozoa, that is male gamete. Okay. So structure clear ആയല്ലോ, ഒരു സ്പേമിന്റെ സ്ട്രക്ചർ ക്ലിയർ ആയല്ലോ. ഒരു പോയിന്റ് കൂടെ. ഇപ്പൊ നമുക്കറിയാം സ്പേം എന്ന് പറയുന്നത് ഹ്യൂമൻ മെയിലിന്റെ ഗ്യാമീറ്റ് ആണല്ലേ സ്പേം. അതൊരു സെല്ലാണല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സെല്ലിന്, ഒരു ഹ്യൂമൻ സെല്ലിന് അല്ലെങ്കിൽ ഒരു ആനിമൽ സെല്ലിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പ്ലാസ്മ മെംബ്രെയിൻ. എന്തുകൊണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ ഈ ഹ്യൂമൻ സ്പേമിനെ മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ബ്ലൂ കളറിൽ ഒരു ലെയർ വരച്ചിരിക്കുന്നുണ്ടോ? ഒരു ബ്ലൂ ലെയർ, ദാറ്റ് ഈസ് ഇറ്റ്സ് പ്ലാസ്മ മെംബ്രെയിൻ. സോ ഒരു ഹ്യൂമൻ സ്പേമിനെ, മെയിൽ സ്പേമിനെ മൊത്തത്തിൽ പൊതിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട്? ഒരു പ്ലാസ്മ മെംബ്രെയിനും ഉണ്ട്. എ ഹ്യൂമൻ സ്പേം ഈസ്, ഹ്യൂമൻ മെയിൽ സ്പേം ഈസ് completely covered by, enclosed by a plasma membrane. അപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണുന്നത് ലെയറിൽ വരച്ചിരിക്കുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഇതിനകത്താണ് ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ എല്ലാ പാർട്സും എൻക്ലോസ്ഡ് ആയിരിക്കുന്നത്. സോ ഹ്യൂമൻ മെയിൽ സ്പേമിന്റെ സ്ട്രക്ചർ ക്ലിയർ ആയല്ലോ. ഓക്കെ, നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാം.
അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു മെയിൽ ഫെർട്ടിലിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മെയിൽ ഫെർട്ടിലിറ്റി ഫെർട്ടിലിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ മെയിൽ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ So we are going to discuss about male fertility. ഒരു മെയിലിന്റെ ഫെർട്ടിലിറ്റിയെ കുറിച്ചാണ്, ഫെർട്ടൈൽ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. സോ ഒരു മെയിൽ ഫെർട്ടൈൽ ആവണമെങ്കിൽ പറയേണ്ട കണ്ടീഷൻ എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ധാരാളം ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസ് ഉണ്ട് അല്ലേ. ഇൻഫെർട്ടൈൽ എന്ന് വെച്ചാൽ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല, സ്റ്റെറൈൽ എന്ന് പറയും. അപ്പോൾ അതിന് പല പല കാരണങ്ങളുണ്ടാവും. ഒന്നുകിൽ മെയിൽ പാർട്ണറിന്റെ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ണറിന്റെ പ്രോബ്ലം ആയിരിക്കാം. ഇപ്പോൾ മെയിൽ പാർട്ണറിന്റെ പ്രോബ്ലം ആണെങ്കിൽ അത് പല പല കാരണങ്ങൾ കൊണ്ടുവരാം. സ്പേമിന്റെ കൗണ്ട് കുറഞ്ഞുകൊണ്ടുവരാം. ഓക്കെ, അല്ലെങ്കിൽ സ്പേമിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാവാം ഫീമെയിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജനേറ്റഡ് ഡക്സ് ഒക്കെ പഠിച്ചല്ലോ, ആ ഡക്സിന്റെ ബ്ലോക്ക് കൊണ്ടാവാം, അല്ലെങ്കിൽ ടെസ്റ്റിസിന്റെ മാൾ ഫങ്ഷൻ കൊണ്ടാവാം. പല പല കാരണങ്ങൾ കൊണ്ട് ഒരു മെയിൽ എന്താവാം, ഇൻഫെർട്ടൈൽ ആവാം. അപ്പോൾ ഒരു മെയിൽ ഫെർട്ടിലിറ്റിക്ക് വേണ്ട കണ്ടീഷൻ, സ്പേമുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക. ഒരു ഹ്യൂമൻ മെയിൽ ഒരു സിംഗിൾ ഇജാക്കുലേഷൻ, വൺ ഇജാക്കുലേഷൻ. എന്താ ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞാൽ? സ്പേമിനെ റിലീസ് ചെയ്യുന്ന, അതായത് സെമന, സ്പേം അടങ്ങിയ ഫ്ലൂയിഡിന് നമ്മൾ പറയുന്ന പേരാണ് സെമൻ. പെനിസ് ഉപയോഗിച്ച് പെനിസിൽ നിന്ന് ഈ സ്പേം അടങ്ങിയ സെമന റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഇജാക്കുലേഷൻ. റിലീസ് ഓഫ് സെമൻ ഫ്രം ദ പെനിസ് ഈസ് കോൾഡ് ഇജാക്കുലേഷൻ. സോ ഒരു ഹ്യൂമൻ മെയിൽ ഒരു ഇജാക്കുലേഷനിൽ അല്ലെങ്കിൽ ഒരു സെക്ഷൽ കോൺടാക്റ്റിലാണല്ലോ ഇജാക്കുലേഷൻ നടക്കുന്നത്, ഒരു ഇജാക്കുലേഷനിൽ റിലീസ് ചെയ്യുന്ന സെമനിന്റെ അളവ് 3 to 4 ml ആണ്. 3 to 4 ml സെമനാണ് നോർമലി ഒരു ഇജാക്കുലേഷനിൽ റിലീസ് ചെയ്യുന്നത്. നോർമലി ഒരു മെയിൽ ഒരു ഇജാക്കുലേഷനിൽ റിലീസ് ചെയ്യുന്ന സെമനിന്റെ അളവ് 3 to 4 ml ആണ്. ആ 3 to 4 ml സെമനിൽ നോർമലി 200 to 300 മില്യൺ സ്പേംസ് ഉണ്ടായിരിക്കും. 200 to 300 മില്യൺ സ്പേംസ് ഉണ്ടായിരിക്കും ഈ 3 to 4 ml സെമൻ. നോക്കിയേ, 3 to 4 ml സെമൻ ആണ് ഒരു ഇജാക്കുലേഷനിൽ റിലീസ് ചെയ്യുന്നത് ഒരു ഹ്യൂമൻ മെയിൽ. ആ 3 to 4 ml സെമനിൽ നോർമലി എത്ര കാണും? 200 to 300 മില്യൺ സ്പേംസ് ഉണ്ടായിരിക്കും. എങ്കിലേ അയാൾ ഫെർട്ടൈൽ ആവത്തുള്ളൂ. ഇതിനേക്കാളും ഈ 200-നേക്കാളും നല്ലതുപോലെ ബിലോ 100 ഒക്കെ വരുമ്പോൾ അത് മിക്കവാറും അയാൾ എന്തായിരിക്കും? സ്റ്റെറൈൽ ആയിരിക്കും. അപ്പോൾ 200 to 300 മില്യൺ സ്പേംസ് ഉണ്ടെങ്കിലേ നമുക്ക് അയാൾ ഒരു ഫെർട്ടൈൽ ആണെന്ന് ഉറപ്പിക്കാൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. 200-ന് താഴെ വന്നാലും ചിലപ്പോൾ ഫെർട്ടൈൽ ആയിരിക്കും, പക്ഷെ നല്ലതുപോലെ കൗണ്ട് കുറവാണെങ്കിൽ ചിലപ്പോൾ എന്തായി പോകും? സ്റ്റെറൈൽ ആവും. നോർമലി 200 to 300 മില്യൺ സ്പേംസ് ഉണ്ട്. ഇത്രയും നമ്പർ ഓഫ് സ്പേംസ് ഉണ്ട്. ഓക്കെ, എന്തിനാണ് ഇത്രയും നമ്പർ ഓഫ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യണത്, ഒരു ഇജാക്കുലേഷനിൽ റിലീസ് ചെയ്യണമെന്നുള്ള കാരണം നമ്മൾ വഴിയെ പഠിച്ചു വരും. അപ്പോൾ നോർമലി ഒരു ഹ്യൂമൻ മെയിൽ ഒരു ഇജാക്കുലേഷനിൽ 3 to 4 ml സെമൻ റിലീസ് ചെയ്യും. അതിൽ 200 to 300 മില്യൺ സ്പേംസ് ഉണ്ട്. ഈ 200 to 300 മില്യൺ സ്പേംസ് ഉണ്ടെന്നും പറഞ്ഞ് അയാൾ ഫെർട്ടൈൽ ആവത്തില്ല. ഇനി കണ്ടീഷൻ ഉണ്ട്. ഇനി ഈ 200 to 300 മില്യൺ സ്പേംസ് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 60% സ്പേംസിനെങ്കിലും നോർമൽ സൈസും ഷേപ്പും ആയിരിക്കും. അറ്റ്ലീസ്റ്റ് 60% ഓഫ് ദ സ്പേംസ് മസ്റ്റ് ഹാവ് നോർമൽ സൈസ് ആൻഡ് ഷേപ്പ്. നമ്മളൊരു സ്പേമിന്റെ സ്ട്രക്ചർ പഠിച്ചില്ലേ? ഈ ഒരു സ്ട്രക്ചറിലുള്ള, അതായത് ഹെഡില് ന്യൂക്ലിയസ്, അക്രോസോം, മിഡിൽ പീസ്, ടെയിൽ, ഇതൊക്കെയാണ് ഒരു സ്പേമിന്റെ സ്ട്രക്ചർ. ഈ നോർമൽ സ്ട്രക്ചറോടും നോർമൽ സൈസും ഷേപ്പോടും കൂടിയ ഒരു 60% സ്പേംസ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ഫെർട്ടൈൽ ആവത്തുള്ളൂ. അതിന്റെ അർത്ഥം ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നോർമൽ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 200 to 300 മില്യൺ സ്പേംസിൽ ചിലപ്പോൾ കൂടുതൽ സ്പേംസ് എന്തായിരിക്കാം? നോർമൽ സൈസും ഷേപ്പോട് കൂടിയ സ്പേംസ് ആയിരിക്കത്തില്ല. ചിലതിന് ഹെഡ് കാണത്തില്ല, ചിലതിന് ഹെഡ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ അക്രോസം കാണത്തില്ല, ചിലതിന് ടെയിൽ കാണത്തില്ല. ഈ നോർമൽ സ്ട്രക്ചറോടുകൂടിയ സ്പേംസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഏറ്റവും കുറഞ്ഞ 60% ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ എന്താവത്തുള്ളൂ? ഫെർട്ടൈൽ ആവത്തുള്ളൂ. സോ അറ്റ്ലീസ്റ്റ് 60% ഓഫ് ദ സ്പേംസ് മസ്റ്റ് ഹാവ് എ നോർമൽ സൈസ് ആൻഡ് ഷേപ്പ്. തീർന്നില്ല. ഇനി ഇതിൽ അറ്റ്ലീസ്റ്റ് 40% ഓഫ് ദ സ്പേം, 40% സ്പേമിനെങ്കിലും
വിഗറസ് മോട്ടിലിറ്റി ഉണ്ടായിരിക്കണം. അതിതീവ്രമായി ചലിക്കാനുള്ള കഴിവുണ്ട്. വിഗറസ് മോട്ടിലിറ്റി കപ്പാസിറ്റി, ചലിക്കാനുള്ള കഴിവ്, അതിതീവ്രമായി ചലിക്കാനുള്ള കഴിവ് ഒരു സ്പേമിന്റെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. ഒരു ഹ്യൂമൻ മെയിൽ ഫെർട്ടിലിറ്റിയെ സംബന്ധിച്ച് സ്പേമിന്റെ മൂവ്മെന്റ് കപ്പാസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വിഗറസ്, അതിതീവ്രമായി ചലിക്കാനുള്ള കഴിവ്, അത്രയുള്ള സ്പേംസ്, ആ കഴിവുള്ള സ്പേംസ് കുറഞ്ഞത് എത്രയെങ്കിലും ഉണ്ടായിരിക്കണം, 40% ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു ഹ്യൂമൻ മെയിലിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ, ഫെർട്ടൈൽ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതിനേക്കാളും കൗണ്ടൊക്കെ താഴെയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അയാൾ എന്തായിരിക്കും, സ്റ്റെറൈൽ ആയിരിക്കും. സോ ഒരു മെയിൽ ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. ഒരു ഹ്യൂമൻ മെയിൽ നോർമലി ഒരു ഇജാക്കുലേഷനിൽ 3 to 4 ml സെമൻ റിലീസ് ചെയ്യും. ആ 3 to 4 ml സെമനിൽ 200 to 300 മില്യൺ സ്പേംസ് ഉണ്ടായിരിക്കണം. ആ സ്പേംസിൽ അറ്റ്ലീസ്റ്റ് 60% സ്പേംസ് എങ്കിലും നോർമൽ സൈസും ഷേപ്പോടും കൂടിയായിരിക്കണം. അതിൽ ഇപ്പൊ നോക്കുക, അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 60ന്റെ ബാക്കി 40% വിചാരിക്കരുത്. 60ന്റെ ബാക്കി 40% വിചാരിക്കരുത്. 60ൽ ഈ നോർമൽ സൈസും ഷേപ്പോടും കൂടി 60% സ്പേംസ് ഉണ്ടാവുമല്ലോ. അതിൽ കുറഞ്ഞത് 40% സ്പേംസിനെങ്കിലും എന്തുണ്ടായിരിക്കണം, വിഗറസ് മോട്ടിലിറ്റി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അയാൾ എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ, ഫെർട്ടൈൽ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താ കണ്ടീഷൻ, അറ്റ്ലീസ്റ്റ് 60% സ്പേംസ്, ഈ 200 to 300 മില്യൺ സ്പേംസിൽ അറ്റ്ലീസ്റ്റ് 60% ഓഫ് ദ സ്പേംസിന് നോർമൽ സൈസും ഷേപ്പും ഉണ്ടായിരിക്കണം. അതിൽ 40% സ്പേംസിനെങ്കിലും വിഗറസ് മോട്ടിലിറ്റി ഉണ്ടെങ്കിൽ, അത് തീവ്രമായി ചലിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് അയാളെ എന്ത് വിളിക്കാം, അയാൾ ഫെർട്ടൈൽ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ കൗണ്ട് വളരെ കുറവാണ്, വിഗറസ് മോട്ടിലിറ്റി ഉള്ള സ്പേംസിന്റെ കൗണ്ട് വളരെ കുറവാണെങ്കിൽ അയാൾ എന്തായിരിക്കും, മോസ്റ്റ് പ്രോബബ്ലി എന്തായിരിക്കും, സ്റ്റെറൈൽ ആയിരിക്കും. റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കാണത്തില്ല. സോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് സ്പേമിൻ്റെ സ്ട്രക്ചറും ആ സ്പേമിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഒരു മെയിൽ ഫെർട്ടിലിറ്റിയുടെ കണ്ടീഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതോടുകൂടി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ടുള്ള സ്ട്രക്ചറാണ്. അത് ഫീമെയിൽ ഗെമിറ്റോജനസ് ആണ്. മെയിൽ ഗെമിറ്റോജനസ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്പെർമാറ്റോജനസിസും അതുമായി ബന്ധപ്പെട്ട ഹോർമോണൽ റെഗുലേഷൻ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂഷനായിരുന്നു സ്പേമിൻ്റെ സ്ട്രക്ചറും മെയിൽ ഫെർട്ടിലിറ്റിയുമായിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്ന ഏതിലോട്ടാണ്, ഫീമെയിൽ ഗെമിറ്റോജനസിസ്. എത്ര സമയമായി അറിയാൻ പറ്റുള്ളൂ, 18 മിനിറ്റ് അല്ലേ? So we are going to discuss about female gametogenesis, or also called oogenesis. Female gametogenesis or oogenesis. Female gamete producing പ്രക്രിയ. എന്താ ഫീമെയിൽ ഗാമീറ്റ് പേര്? ഓവം. The process of formation of ovum is called as oogenesis or female gametogenesis. The process of formation of female gamete called ovum, female gamete, that is ovum, is called oogenesis. So we are going to discuss about oogenesis. നോക്കുക, എവിടെ സ്പെർമാറ്റോജനസിസ് നടന്നേ? സ്പെർമാറ്റോജനസിസ് takes place in testes. അപ്പോൾ എവിടെ oogenesis നടക്കുന്നത്? oogenesis takes place in ovary. ഫീമെയിൽ പ്രൈമറി സെക്സ് ഓർഗനായ ഓവറിക്കകത്താണ് എന്ത് നടക്കുന്ന? പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓവം, oogenesis നടക്കുന്ന. സോ oogenesis takes place in ovary. നമ്മൾ ഓവറിയിലോട്ട് വരുമ്പോൾ, oogenesiസിലോട്ട് വരുമ്പോൾ നമ്മൾ സ്പെർമാറ്റോജനസിലോട്ട് നമുക്കൊരു ചെറിയൊരു പോയിന്റ് ചെയ്തൊരു കമ്പാരിസൺ നടത്താം. എപ്പോഴാണ് സ്പെർമാറ്റോജനസിസ് ആരംഭിച്ചേ? സ്പെർമാറ്റോജനസിസ് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി എന്ന് പറഞ്ഞു അല്ലേ? ഒരു മെയിൽ ചൈൽഡ് 12 to 13 years ഓഫ് ഏജ് അറ്റൈൻ ചെയ്യുമ്പോഴാണ് മെയിൽസിൽ സ്പെർമാറ്റോജനസിസ് ആരംഭിക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽസ്, oogenesis സ്റ്റാർട്ട്സ് ഇൻ ദ, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, എയർലി എംബ്രിയോണിക് സ്റ്റേജ്. എപ്പോഴാണ് ആരംഭിക്കുന്നത്? oogenesis starts in the early embryonic stage.
എംബ്രിയോണിക് സ്റ്റേജിലെ എന്താരംഭിക്കും? ഊജനസിസ്. എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു പെൺകുഞ്ഞ് അമ്മയുടെ യൂട്രസിന് പുറത്തേക്ക് പോലും വന്നിട്ടില്ല. അമ്മയുടെ യൂട്രസിനകത്ത് എംബ്രിയോണിക് സ്റ്റേജ് കിടക്കുകയാണ്. ആ ഫീമെയിൽ എംബ്രിയോയ്ക്ക് അകത്തിരിക്കുന്ന ഓവറിക്കകത്തുനിന്ന് എന്തിന്റെ പ്രൊഡക്ഷൻ ആരംഭിക്കും? ഓവത്തിന്റെ ഫോർമേഷന്റെ സ്റ്റേജസ് സ്റ്റാർട്ട് ചെയ്യും. സ്പെർമറ്റോജനസിസ് ആരംഭിക്കുന്നത് ബർത്തിന് ശേഷം ഒരു മെയിൽ ചൈൽഡ് 13 or 14 years of age അറ്റൈൻ ചെയ്യുമ്പോഴാണ് സ്പെർമറ്റോജനസിസ് ആരംഭിക്കുന്നത്. എന്നാൽ ഫീമെയിൽസിലോട്ട് വരുമ്പോൾ ഊജനസിസ് എന്ന് പറയുന്ന പ്രക്രിയ ആരംഭിക്കുന്നത് എയർലി എംബ്രിയോണിക് സ്റ്റേജിൽ. ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ ഒരു ഫീമെയിൽ ചൈൽഡ് ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ ഫീമെയിൽ എംബ്രിയോണിക് സ്റ്റേജിൽ അമ്മയുടെ യൂട്രസിനകത്ത് കിടക്കുമ്പോൾ തന്നെ ആ എംബ്രിയോയുടെ ഓവറിയിൽ നിന്ന് എന്തിന്റെ പ്രൊഡക്ഷനുള്ള ഘട്ടങ്ങൾ ആരംഭിക്കും? ഊജനസിസ്, ഓവത്തിന്റെ ഫോർമേഷനുള്ള ഘട്ടങ്ങൾ ആരംഭിക്കും. സോ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സ്പെർമാറ്റോജനസിസ് ഊജനസിനുള്ള വ്യത്യാസം ചോദിച്ചാൽ സ്പെർമാറ്റോജനസിസ് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി, ഊജനസിസ് സ്റ്റാർട്ട്സ് ഇൻ എയർലി എംബ്രിയോണിക് സ്റ്റേജ്. അത് എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ ഊജനസിസ് എവിടെ ആരംഭിക്കണമെന്ന് പറഞ്ഞ്, എവിടെ നടക്കണമെന്ന് പറഞ്ഞ്, ഓവറിയിൽ. നമ്മളൊരു ഫീമെയിൽ ഓവറി പരിശോധിച്ചാൽ ഈ ഫീമെയിൽ ഓവറിയുടെ കവർ ചെയ്തുകൊണ്ട് ഒരു എപ്പിത്തീലിയൽ ലെയർ ഉണ്ട്. ഫീമെയിൽ ഓവറിയ പുറമെ, ഏറ്റവും പുറമെയാണ് കേട്ടോ, ഏറ്റവും പുറമെയാണ് ഈ എപ്പിത്തീലിയൽ ലെയർ കാണുന്നത്. ഒരു എപ്പിത്തീലിയൽ ലെയർ ഫുള്ള്. ഈ എപ്പിത്തീലിയൽ ലെയർ നമ്മൾ പറയുന്ന പേരാണ് ജെർമിനൽ എപ്പിത്തീലിയം എന്നൊക്കെ പറയും. ജെർമിനൽ എപ്പിത്തീലിയം. Each ovary is enclosed by a layer of epithelium called germinal epithelium. ഡിപ്ലോയിഡ് സെൽസ് ആണ് കേട്ടോ. ഈ സെൽസ് എല്ലാം, ഈ ക്യൂബോയിഡൽ സെൽസ് എല്ലാം, ഇത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്, ഡിപ്ലോയിഡ് സെൽസ് ആണ്. ഈ സെൽസിന്, ഇത് ഈ ലെയറിന് മൊത്തത്തിൽ പറയുന്ന പേര് ജെർമിനൽ എപ്പിത്തീലിയം. ഈ സെൽസിന്, ഈ ഡിപ്ലോയിഡ് സെൽസിന് പറയും ഫീമെയിൽ ജേം സെൽസ്. നമ്മൾ മെയിൽസിൽ എന്താ പറഞ്ഞേ? സെമിനിഫറസ് ട്യൂബ്യൂളിനകത്തുള്ള സെൽസിന് മെയിൽ ജേം സെൽസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയം എന്ന് പറഞ്ഞു. ഇവിടെ ഓവറിയെ ലൈൻ ചെയ്തുകൊണ്ട് കാണുന്ന ഈ എപ്പിത്തീലിയത്തിൽ, ജെർമിനൽ എപ്പിത്തീലിയത്തിലെ സെൽസിന് പറയുന്ന പേര് ഡിപ്ലോയിഡ് ക്യൂബോയിഡ് സെൽസിന് പറയുന്ന പേര് ഫീമെയിൽ ജേം സെൽസ്. ഓർ ഒരു പേരും കൂടെ കൊടുക്കാം, ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ഊഗോണിയ. അവിടെ നമ്മൾ സ്പെർമാറ്റോഗോണിയ എന്നല്ലേ വിളിച്ചത്, ഇവിടെ നമുക്ക് പേരെന്ത് കൊടുക്കാം? ഊഗോണിയ. സോ എന്താ ഊഗോണിയ അല്ലെങ്കിൽ ഫീമെയിൽ ജേം സെൽ? In the case of females, each ovary is enclosed by a layer of epithelium called germinal epithelium, which contain diploid cuboidal cells called female germ cells or oogonia. ഇനി എന്താണ് ഈ ഊഗോണിക്ക് സംഭവിക്കുന്നത്? ഈ ഡിപ്ലോയിഡ് സെൽസ് ആയ ഫീമെയിൽ ജേം സെൽസിന് എന്താണ് സംഭവിക്കുന്നത്? ഊഗോണിക്ക് എന്താണ് സംഭവിക്കുന്നത്? വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറഞ്ഞു എന്താ ഊജനസിസ് എപ്പോഴാണ് ആരംഭിക്കുന്നത്? എയർലി എംബ്രിയോണിക് സ്റ്റേജിൽ ആരംഭിക്കും. വളരെ എംബ്രിയോണിക് സ്റ്റേജിന്റെ തുടക്കത്തിലെ തന്നെ ഊജനസിസ് ആരംഭിക്കും. അതായത് ഒരു ഫീമെയിൽ എംബ്രിയോ അമ്മയുടെ യൂട്രസിനകത്ത് കിടക്കുമ്പോൾ ആ എംബ്രിയോയുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ആ എംബ്രിയോ, ശ്രദ്ധിക്കുക, ഫീമെയിൽ എംബ്രിയോയ്ക്ക് ഏകദേശം 1 month കഴിയുമ്പോൾ തന്നെ, 1 month കഴിഞ്ഞ് 2ാമത്തെ മാസത്തിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ഫോം ചെയ്യും? ഓവറി ഫോം ചെയ്യും. ഓവറി ഉണ്ടാവും. ഓവറി വളരെ നേരത്തെ ഉണ്ടാവും. ഓവറി എന്ന് പറയുന്ന ഓർഗൻ ഒരു ഫീമെയിൽ എംബ്രിയോയിക് സ്റ്റേജിന്റെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ വളരെ നേരത്തെ ഫോം ചെയ്യും. ഓവറിയുടെ സ്ട്രക്ചർ എല്ലാം ഫോം ചെയ്യും, എപ്പിത്തീലിയം എല്ലാം ഫോം ചെയ്ത് വയ്ക്കും. എന്നിട്ട് വളരെ പതുക്കെ ഈ 1 month കഴിഞ്ഞ് 2 monthsോട് അടുക്കുമ്പോൾ, 2ാം മാസത്തിലേക്ക് അടുക്കുമ്പോൾ, നമ്മുടെ ആക്ച്വലി ഫീമെയിൽ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 9 months, 270 to 280 days. ഇതിൽ 1ാമത്തെ മാസത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ അമ്മയുടെ പ്രഗ്നൻസി പീരീഡിന്റെ 1ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ഫോം ചെയ്തു? ഓവറി ഫോം ചെയ്തു. 1 month കഴിഞ്ഞ് ഏകദേശം 2 monthsലോട് അടുക്കുമ്പോൾ ഇനി നടക്കുന്ന മാറ്റമാണ് ഞാൻ പറയുന്നത്. എംബ്രിയോണിക് സ്റ്റേജിൽ നടക്കുന്ന മാറ്റമാണ് പറയുന്നത്. ഈ ഇരിക്കുന്ന ഊഗോണിയൽ സെൽസ് ഉണ്ടല്ലോ, ഇപ്പോൾ എക്സാമ്പിൾ ഇതൊരു ഊഗോണിയൽ സെൽസ് ആണെന്ന് വിചാരിക്കുക. ഡിപ്ലോയിഡ് ആണ്, 2N ആണ്. നമ്മൾ നേരത്തെ സ്പെർമാറ്റോജനസിൽ വരച്ച അതേ സ്കിമാറ്റിക് ഡയഗ്രം എവിടെയും വരയ്ക്കാം. ഇതൊരു ഊഗോണിയൽ സെൽസ് ആണ്. ഈ ഊഗോണിയൽ സെൽസ് ഓവറുടെ ലൈൻ ചെയ്തുകൊണ്ടാണ് ഊഗോണിയൽ സെൽസ്, ഡിപ്ലോയിഡ് സെൽസ് ആണ്. ഇറ്റ് അണ്ടർഗോ റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ. നിരന്തരം എന്തിനു വിധേയമാകും? മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകും. നേരത്തെ നമ്മൾ സ്പെർമാറ്റോഗോണിയൽ പഠിച്ച കണക്ക് ഈ ഊഗോണിയൽ സെൽസ് നിരന്തരം എന്തിനു വിധേയമാകും? മൈറ്റോട്ടിക് ഡിവിഷൻ. അപ്പോൾ മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകുമ്പോൾ ഉണ്ടാവുന്ന സെൽസും എന്ത് തന്നെയാണ്? ഡിപ്ലോയിഡ് തന്നെയാണ് അല്ലേ? ഇവരെയും നമുക്ക് എന്ത് തന്നെ വിളിക്കാം? ഊഗോണിയ എന്ന് തന്നെ വിളിക്കാം. ഊഗോണിയൽ സെൽസ് മൈറ്റോ ഡിവിഷൻ വിധേയമായിട്ടുണ്ടെന്ന സെൽസിന് നമ്മൾ ഊഗോണിയ, അവിടെ നമ്മൾ സ്പെർമാറ്റോഗോണിയ എന്ന് വിളിച്ചു, ഇവിടെ ഊഗോണിയ എന്ന് വിളിച്ചു. അപ്പോൾ നോക്കുക, സ്പെർമാറ്റോജനസും ഊജനസിനുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. സ്പെർമാറ്റോജനസ് ആരംഭിക്കുന്നത് പ്യൂബർട്ടിയിലാണ്, ഊജനസ് ആരംഭിക്കുന്നത് എയർലി എംബ്രിയോണിക് സ്റ്റേജിൽ. സ്പെർമാറ്റോജനസിന്റെ കേസിൽ
സെമിനിഫറസ് ട്യൂബ്യൂളിനെ ആവരണം ചെയ്തുകൊണ്ട് കാണുന്ന ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമറ്റോഗോണിയൽ സെൽസ് അല്ലെങ്കിൽ മെയിൽ ജേം സെൽസ് മൈറ്റോസിന് വിധേയമാകുന്നത് പ്യൂബർട്ടി എത്തുമ്പോഴാണ്. അതുവരെ അത് ഉറങ്ങിക്കിടക്കുകയാണ്, റെസ്റ്റിലാണ്. പ്യൂബർട്ടി എത്തുമ്പോഴാണ് അത് ഡിവൈഡ് ചെയ്യാൻ ആരംഭിക്കും, മൈറ്റോട്ടിക് ഡിവിഷൻ ആരംഭിക്കുന്നത്. എന്നാൽ ഇവിടെ ഊജനസിന്റെ കേസിൽ ഓവറിയെ ലൈൻ ചെയ്തുകൊണ്ട് കാണുന്ന ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഊഗോണിയൽ സെൽസ് എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ എന്താ ആരംഭിക്കും? ഓവറി ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താ ആരംഭിക്കും? അതിന്റെ ഡിവിഷനും മൈറ്റോ ഡിവിഷനും ആരംഭിക്കും. ഉറങ്ങിക്കിട ഒരു റെസ്റ്റിംഗ് സ്റ്റേജ് ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ആരംഭിക്കും? എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഡിവിഷൻ ആരംഭിക്കും. അപ്പോൾ ധാരാളം എന്തുണ്ടായിക്കൊണ്ടേയിരിക്കും? ഊഗോണിയ. ഫീമെയിൽ എംബ്രിയോയുടെ ഓവറിക്കകത്ത് ലാർജ് നമ്പറിൽ എന്തുണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്? ഊഗോണിയൽ സെൽസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഏത് സ്റ്റേജാണ് നമ്മൾ പറയുന്നത്? നമ്മൾ ഏത് സ്റ്റേജാണ് ഡിസ്കസ് ചെയ്യുന്നത്? എംബ്രിയോണിക് സ്റ്റേജാണ്. എംബ്രിയോണിക് സ്റ്റേജിൽ എന്താരംഭിക്കും? ഊജനസിസ് ആരംഭിച്ചു. ലാർജ് നമ്പറിൽ എന്തുണ്ടാവുകയാണ്? ഊഗോണിയൽ സെൽസ് ഉണ്ടാവുകയാണ്. ലാർജ് നമ്പറിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാണ്? ഊഗോണിയൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യണം. ശ്രദ്ധിച്ചു കേൾക്കണം. ഇതിൽ ചില ഊഗോണിയൽ സെൽസ്, നേരത്തെ നമ്മൾ സ്പെർമറ്റോഗോണിയൽ പറഞ്ഞ കണക്ക് ചില സ്പെർമറ്റോഗോണിയൽ സെൽസ് മൈറ്റോ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞ കണക്ക് ചില ഊഗോണിയൽ സെൽസ് ഈ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതിൽ തന്നെ ചില ഊഗോണിയൽ സെൽസ് അതിന്റെ മൈറ്റോട്ടിക് ഡിവിഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. എന്ത് ചെയ്യും? അതിന്റെ മൈറ്റോട്ടിക് ഡിവിഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ, ഈ ഊഗോണിയൽ സെൽസ് എന്ത് ചെയ്തു? അതിന്റെ മൈറ്റോട്ടിക് ഡിവിഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഇപ്പൊ എക്സാമ്പിൾ ഇതാണ് ആ ഊഗോണിയൽ സെൽസ് എന്ന് വിചാരിക്കുക, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഊഗോണിയൽ സെൽസ്. അതിന്റെ മൈറ്റോ ഡിവിഷൻ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അത് മിയോസിസ് 1ന്റെ പ്രോഫേസ് 1 കടക്കും. സോ മൈറ്റോ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്ത ഉടനെ എന്തിലേക്ക് പ്രവേശിക്കും? മിയോസിസ് 1. പക്ഷേ മിയോസിസിന് 4 സ്പേസിലെ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. പക്ഷെ ഇവിടെ എന്തിലെ മിയോസിസ് 1ന്റെ എന്തിലേ കടക്കത്തുള്ളൂ? പ്രോഫേസ് 1 വരെ ചെയ്യും. പ്രോഫേസ് 1 കടക്കും. മെറ്റാഫേസിലോട്ട് പോകാൻ പറ്റത്തില്ല. പ്രോഫേസ് 1 വെച്ചാൽ അറസ്റ്റഡ് ആവും. സോ ഈ ഊഗോണിയൽ സെൽസ് ഇത് തന്നെയാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഇത് എന്തിലോട്ട് കടന്നു? മിയോസിസ് 1ന്റെ എന്തില്? പ്രോഫേസ് 1 അറസ്റ്റഡ് ആയിരിക്കുന്നത്. ഇതിനാണ് എന്തിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല? മെറ്റാഫേസിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ സ്റ്റേജിൽ പ്രോഫേസ് 1 അറസ്റ്റഡ് ആയിരിക്കുന്ന ഈ ഊഗോണിയൽ സെൽസ് ഞാനൊരു പേര് കൊടുക്കുന്നു, പ്രൈമറി ഊസൈറ്റ്. എന്താ പേര്? പ്രൈമറി ഊസൈറ്റ്. നമ്മൾ സ്പെർമറ്റോസിസ് എന്ന് വിളിച്ചു പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. അവിടെ എന്ന് പറഞ്ഞാൽ മിയോസിസ് ഫസ്റ്റ് കംപ്ലീറ്റ് ആവും, അവിടെ ഒരു അറസ്റ്റഡ് ആവത്തില്ല. ഇവിടെ എന്താവുന്നു? ഈ ഊഗോണിയൽ സെൽസ് മൈറ്റോ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് മിയോസിസ് 1ന്റെ പ്രോഫേസ് 1 കടന്ന് അറസ്റ്റഡ് ആയി. അപ്പോൾ അത് നമ്മൾ വിളിച്ച പേരാണ് പ്രൈമറി ഊസൈറ്റ്. വിചാരിക്കുക ഇതൊരു പ്രൈമറി ഊസൈറ്റ് ആണെന്ന് വിചാരിക്കുക. ഈ പ്രൈമറി ഊസൈറ്റിന്റെ ചുറ്റും ഒരു ലെയർ സെൽസ് വന്ന് ഇങ്ങനെ റാപ്പ് ചെയ്യും, പൊതിയും. പ്രൈമറി ഊസൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അതിന് ചുറ്റും ഒരു സെൽസ് ഇങ്ങനെ റാപ്പ് ചെയ്യും, പൊതിയും. ആ പൊതിയുന്ന സെൽസിന് നമ്മൾ പറയുന്ന പേര് ഇങ്ങനെയാണ്, ഗ്രാനുലോസ സെൽസ് എന്ന് പറയും. എന്ത് പറയും? ഗ്രാനുലോസ സെൽസ്. എന്താ പറയുന്നത്? ഗ്രാനുലോസ സെൽസ്. ഇപ്പോൾ ഈ ടോട്ടൽ ഈ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾ. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. സ്പെർമറ്റോസിസോട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഊജനസിസ്. ഞാൻ ഈ പറഞ്ഞ എല്ലാം എംബ്രിയോണിക് സ്റ്റേജ് ആണ്. ഇതുവരെയും ബെർത്ത് നടന്നിട്ടില്ല. ബെർത്ത് അടക്കമേ പറയും. ഇപ്പൊ എംബ്രിയോണിക് സ്റ്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് നമ്പറിൽ എന്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു? ഊഗോണിയൽ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൽ കുറെ ഊഗോണിയൽ സെൽസ് മൈറ്റോ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് മിയോസിസ് 1ന്റെ പ്രോഫേസ് 1 കയറി അറസ്റ്റഡ് ആയി. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് പ്രൈമറി യൂസൈറ്റ്. പ്രൈമറി യൂസൈറ്റ് ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ? സ്റ്റിൽ ഇറ്റ് ഈസ് ഡിപ്ലോയിഡ്. കാരണം ഹാപ്ലോയിഡ് ആവണമെങ്കിൽ മിയോസിസ് ഫസ്റ്റ് കംപ്ലീറ്റ് ആവണം. പ്രോഫേസ് കഴിഞ്ഞ് മെറ്റാഫേസ് കഴിഞ്ഞ് അനാഫേസ് ടീലോഫേസ് കഴിഞ്ഞാലേ അത് ഹാപ്ലോയിഡ് എന്ന് പറയാക്കുള്ളൂ. ഇതിപ്പോൾ പ്രോഫേസ് 1 കയറിയ ക്രോമസോം നമ്പർ ഒന്നും ഹാപ്ലോയിഡ് ആയിട്ട് റെഡ്യൂസ് ആയിട്ടില്ല. സെയിം ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ പ്രൈമറി യൂസൈറ്റ് ഈസ് സ്റ്റിൽ ഡിപ്ലോയിഡ് ഇൻ നേച്ചർ. അങ്ങനെ ഓവറിക്കകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഓരോ പ്രൈമറി യൂസൈറ്റിന് ചുറ്റും ഒരു ലെയർ സെൽസ് വന്ന് പൊതിയും. ആ പൊതിയുന്ന സെൽസിന് പറയുന്ന പേരാണ് ഗ്രാനുലോസ സെൽസ്. ഇപ്പോൾ ഈ ടോട്ടൽ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾ. അപ്പൊ എന്താ ഒരു പ്രൈമറി ഫോളിക്കിൾ എന്ന് കേട്ടാൽ? അപ്പോഴേ മനസ്സിൽ വേണം, മധ്യത്ത് ഒരു പ്രൈമറി യൂസൈറ്റ്. എന്താ പ്രൈമറി യൂസൈറ്റ്? മിയോസിസ് 1ന്റെ പ്രോഫേസ് 1 അറസ്റ്റഡ് ആയിരിക്കുന്ന ഒരു പ്രൈമറി യൂസൈറ്റ്, ഡിപ്ലോയിഡ് ആണ്. അതിന് ചുറ്റും ഒരു ലെയർ ഗ്രാനുലോസ സെൽസ്, ഒരു ലെയർ ഗ്രാനുലോസ സെൽസ്. ഇപ്പോൾ ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾ. ഇങ്ങനെ ആ എംബ്രിയോണിക് സ്റ്റേജ് കടന്നു പോകുന്നതോറും ധാരാളം എന്തുണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്? ആ ഫീമെയിൽ എംബ്രിയോയുടെ ഓവറിക്കകത്ത് ധാരാളം പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ലാർജ് നമ്പർ ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് ഓവറിക്കകത്ത് ഫോം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
അങ്ങനെ ഒരു പെൺകുട്ടി ബർത്തിന് വിധേയമാകുമ്പോൾ ശ്രദ്ധിക്കുക ഒരു പോയിന്റ്, ജനിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ഒരു ഓവറിക്കകത്ത് ഏകദേശം 1 മില്യൺ പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടായിരിക്കും. ഒരു ഓവറിക്കകത്ത് ഇതുപോലത്തെ 1 മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷം പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടായിരിക്കും. അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഈച്ച് ഓവറി കണ്ടെയ്ൻ ദ ഓവറി ഓഫ് എ ഫീമെയിൽ ചൈൽഡ് കണ്ടെയ്ൻ അബൌട്ട് 1 മില്യൺ പ്രൈമറി ഫോളിക്കിൾസ്. 1 മില്യൺ പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടായിരിക്കും. ഇനി വളരെ വാല്യൂബിൾ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുകയാണ്, എന്നിട്ട് ഈ സെക്ഷൻ കൺക്ലൂഡ് ചെയ്യാം. നോ മോർ ഊഗോണിയ ആർ ഫോംഡ് ആഫ്റ്റർ ബർത്ത്. സ്റ്റേറ്റ്മെന്റ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നോ മോർ ഊഗോണിയ ആർ ഫോംഡ് ആഫ്റ്റർ ബർത്ത്. ജനിച്ചതിന് ശേഷം, ഒരു പെൺകുട്ടി ജനിച്ചതിന് ശേഷം ഒരു ഊഗോണിയ പോലും പുതുതായിട്ട് ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ് ഇല്ല. ഊഗോണിയൽ സെൽസ് മൈറ്റോഡ് ഡിവിഷന് വിധേയമാകുന്ന പ്രോസസ് ഇല്ല. എല്ലാ ഊഗോണിയൽ സെൽസും എന്തിന് വിധേയമായി കഴിഞ്ഞു? മിയോസിസ് 1 പ്രോഫേസ് 1 അറസ്റ്റഡായി എല്ലാം എന്തായി കഴിഞ്ഞു? പ്രൈമറി യൂസൈറ്റ് ആയി കഴിഞ്ഞു. പുതിയ ഒരു ഊഗോണിയൽ സെൽസ് പോലും ഫോം ചെയ്യത്തില്ല. ജനിച്ചതിന് ശേഷം പുതിയ ഒരു ഊഗോണിയൽ സെൽസ് പോലും ഒരു ഫീമെയിൽ ഓവറിക്കകത്ത് ഫോം ചെയ്യത്തില്ല. ഒരു ഫീമെയിൽ ഓവറിക്കകത്ത് എംബ്രിയോണിക് സ്റ്റേജിൽ ഉണ്ടായ ഊഗോണിയൽ സെൽസ് എല്ലാം എന്തായി മാറിക്കഴിഞ്ഞിരിക്കും? പ്രൈമറി യൂസൈറ്റായി മാറിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഓവറിയിൽ എന്താ ഉള്ളത്? ഊഗോണിയ എന്ന് പറയാൻ പറ്റത്തില്ല. എന്താ ഉള്ളത്? പ്രൈമറി യൂസൈറ്റാ. അതിനുശേഷം ഒരു ഊഗോണിയയോ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടൊരു പ്രൈമറി യൂസൈറ്റോ ഉണ്ടാവത്തില്ല. എല്ലാ ഊഗോണിയൽ സെൽസ് എന്തായി മാറിക്കഴിഞ്ഞു? പ്രൈമറി യൂസൈറ്റായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഓരോ ഓവറിയിലും 1 മില്യൺ പ്രൈമറി യൂസൈറ്റ്, അല്ലെങ്കിൽ പറയാം 1 മില്യൺ പ്രൈമറി ഫോളിക്കിൾ. പ്രൈമറി ഫോളിക്കിളിനകത്താണല്ലോ പ്രൈമറി യൂസൈറ്റ് ഇരിക്കുന്നത്. സോ അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഈച്ച് ഓവറി കണ്ടെയ്ൻസ് അബൌട്ട് 1 മില്യൺ പ്രൈമറി ഫോളിക്കിൾസ്. നോ മോർ ഊഗോണിയ, ഒരു ഊഗോണിയ പോലും, നോ മോർ ഊഗോണിയ ആർ ഫോംഡ് ആഫ്റ്റർ ബർത്ത്. ജനിച്ചതിന് ശേഷം ഒരു ഊഗോണിയ പോലും ഉണ്ടാകത്തില്ല. ഓക്കെ, ഇനി ഈ പ്രൈമറി യൂസൈറ്റ്, ഇപ്പൊ പ്രൈമറി യൂസൈറ്റ് ഇപ്പൊ ബർത്ത് നടന്നു എന്ന് പറയാം. ബർത്ത് നടന്നപ്പോൾ എന്താ ഉള്ളത്? പ്രൈമറി യൂസൈറ്റ്. ബർത്ത് കഴിഞ്ഞ് അടുത്ത എന്തിലോട്ട് കടക്കുകയാണ്? ചൈൽഡ്ഹുഡ്. അത് കഴിഞ്ഞ് ചൈൽഡ്ഹുഡ് കഴിഞ്ഞ് ഇങ്ങനെ ഏജ് കടന്നു പോവുകയാണ്. ഏകദേശം ഒരു 11 to 12, 13 ഇയേഴ്സ് ഓഫ് ഏജിലോട്ട് വരാൻ പോവുകയാണ്. അതായത് ഒരു പെൺകുട്ടി പ്യൂബർട്ടി അറ്റൈൻ ചെയ്തു എന്ന് പറയുന്ന പീരീഡ്, പ്യൂബർട്ടിയിലെത്തി. ആ പ്യൂബർട്ടി എത്തുമ്പോഴാണ് ഇനി ഈ പ്രൈമറി യൂസൈറ്റിന് മാറ്റം നടക്കാൻ പോണത്. അതുവരെ ഈ പ്രൈമറി യൂസൈറ്റ്, ഈ പ്രൈമറി ഫോളിക്കിനകത്ത് പ്രൈമറി യൂസൈറ്റ് അറസ്റ്റഡ് ആണ്. പ്രോഫേസ് 1 തന്നെ തുടരും. ഒരു മാറ്റവും അതിൽ നടക്കത്തില്ല. സോ ഫ്രം ദ ബർത്ത്, പോയിന്റ് കേൾക്കുക, ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെ പെൺകുട്ടി ജനിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഓവറിക്കകത്ത് എന്താ ഉള്ളത്? പ്രൈമറി യൂസൈനെ ഉൾക്കൊള്ളുന്ന പ്രൈമറി ഫോളിക്ക്. ഇനി അതിനകത്ത് ഒരു മാറ്റവും സംഭവിക്കത്തില്ല. അത് ഉറങ്ങാൻ പോവുകയാണ്, ഉറങ്ങിക്കിടക്കുകയാണ്, റെസ്റ്റിലാണ്. ഏത് വരെ? പ്യൂബർട്ടി വരെ. ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെ ഉള്ള കാലഘട്ടത്തിൽ ഇതിന് ഒരു മാറ്റവും സംഭവിക്കത്തില്ല. ഈ പ്രൈമറി യൂസൈറ്റ് അതുപോലെ തന്നെ തുടരും. പ്യൂബർട്ടി എത്തുമ്പോഴാണ് ഇനി ഇതെന്ത് ചെയ്യാൻ പോകുന്നത്? മിയോസിസ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രോസസ്സിനെ, ഊജനസിനെ ഞാൻ ഒരു പേരിട്ട് വിളിക്കുകയാണ്, ഇങ്ങനെ വിശേഷിപ്പിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്. oogenesis is a discontinuous process. പരീക്ഷ ധാരാളം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്പെർമാറ്റോജനസിസ് എന്തായിരുന്നു? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരുന്നു. എവിടെയെങ്കിലും നിന്നോ? നമ്മൾ പഠിച്ചല്ലോ സ്പെർമാറ്റോജനസിസ്. എവിടെയെങ്കിലും സ്റ്റോപ്പ് ആയോ? അല്ലേ? സ്പെർമാറ്റോജനസിസ് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അത് ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല, അറസ്റ്റഡ് ആവുന്നില്ല. എന്നാൽ ഊജനസിസ് എപ്പോൾ ആരംഭിച്ചു? ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ആരംഭിച്ചു. എന്നിട്ട് അറസ്റ്റഡ് ആയി നിന്നു. ടെമ്പററി, താൽക്കാലികമായി നിന്നു. എപ്പോഴും? അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. അല്ലെ? ബർത്തിന് ശേഷം അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാ? അറ്റ് പ്യൂബർട്ടി. പ്യൂബർട്ടിയിലാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ oogenesis is a discontinuous process. So why oogenesis is a discontinuous process? Because oogenesis starts in the early embryonic stage and it get temporarily arrested at birth and it restart at puberty. ഏർലി എംബ്രിയോണിക് സ്റ്റേജ് തുടങ്ങി, ബർത്തിൽ അറസ്റ്റഡായി, ടെമ്പറലി അറസ്റ്റഡായി, പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? പ്യൂബർട്ടിയിലാണ്. അപ്പോൾ ഒരു പെൺകുട്ടി പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ ആ പെൺകുട്ടി ഓവറിൽ എന്താ ഉള്ളത്? സെയിം സാധനം, പ്രൈമറി ഫോളിക്കിൾ. പ്രൈമറി ഫോളിക്കിളിനകത്ത് പ്രൈമറി യൂസൈറ്റ്, അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഓവത്തിന്റെ ഇൻമെച്ചർ സ്റ്റേജ് ആണ്, ഡെവലപ്മെന്റൽ സ്റ്റേജിന്റെ ഒരു പാർട്ടാണ് ഏത്? പ്രൈമറി യൂസൈറ്റ്. ഓവോ എന്ന് പറയാൻ പറ്റിയില്ല. ഓവത്തിന്റെ ഒരു പ്രൈമറി സ്റ്റേജ് ആണ് പ്രൈമറി യൂസൈറ്റ് എന്ന് പറയുന്നത്. ഇനിയാണ് അത് ഓവമായി മാറേണ്ടത്. അപ്പോൾ ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെ ഓവറിക്കകത്ത് പ്രൈമറി ഫോളിക്കിൾ, അതിനകത്ത് പ്രൈമറി യൂസൈറ്റ്. ഇനി ഒരു ചെറിയൊരു മാറ്റം നടക്കും, അവിടെ ചെറിയൊരു പ്രക്രിയ നടക്കും ഓവറിക്കകത്ത്. ഈ ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെയുള്ള കാലഘട്ടത്തിൽ പ്രൈമറി ഫോളിക്കിളിനകത്തിരിക്കുന്ന പ്രൈമറി യൂസൈറ്റിന് മാറ്റമൊന്നും സംഭവിക്കത്തില്ല. അത് പ്രോഫേസ് 1 തന്നെയാണ് അറസ്റ്റഡായി കിടക്കുന്നത്. മെറ്റാഫേസിലോട്ട് കടക്കാൻ പറ്റത്തില്ല. പിന്നെ നടക്കുന്നത് ഈ ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെയുള്ള ടൈമിൽ ഏകദേശം
95% പ്രൈമറി ഫോളിക്കിൾസ് നശിച്ചു പോകും. ഒരു ജനിക്കുന്ന സമയത്ത് എത്ര പ്രൈമറി ഫോളിക്കിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു? 1 മില്യൺ. ഒരു ഓവറിയിൽ 1 മില്യൺ പ്രൈമറി ഫോളിക്കിൾ ഉണ്ട്. ആ ബർത്ത് തൊട്ട് പിബർട്ടി വരെയുള്ള, പിബർട്ടിയിലെത്തുമ്പോൾ ഇപ്പോൾ എക്സാം പിബർട്ടി എത്തുന്നു വിചാരിച്ചു, പിബർട്ടി എത്തുന്ന സമയത്ത് ഓവറിക്കകത്തുള്ള പ്രൈമറി ഫോളിക്കിൾ എണ്ണി നോക്കുക. ഏകദേശം 60,000 തൊട്ട് എത്ര വരുള്ളൂ? 80,000 വരെ വരുള്ളൂ. 1 മില്യൺ ജനിച്ചപ്പോൾ 1 മില്യൺ ഉണ്ടായിരുന്ന സ്ഥാനത്ത് എത്രയായി? 60,000 തൊട്ട് 80,000 വരെയായി കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ 95% പ്രൈമറി ഫോളിക്കിൾസും നശിച്ചു പോയെന്നർത്ഥം. ഓവറിക്കകത്ത് വെച്ച് തന്നെ നശിച്ചു പോയി. ഈ പ്രോസസ്സിന് നമ്മളൊരു പേര് വിളിക്കും. ഓൺലി എൻട്രൻസ് പോയിന്റ് ആണ്, NCERT ടെക്സ്റ്റിൽ ഇല്ല. അതിന്റെ പേര് ഇങ്ങനെ വിളിക്കുന്നത് ഫോളിക്കുലാർ അട്രേഷ്യ. ഫോളിക്കുലാർ അട്രേഷ്യ. ഫോളിക്കിൾസ് അട്രേഷ്യ, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക, നശിച്ചു പോവുക. സോ ഫോളിക്കുലാർ അട്രേഷൻ നടക്കുന്ന ഏത് പീരീഡിലാണ്? ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെ. ബർത്ത് സമയത്ത് 1 മില്യൺ ഉണ്ടായിരുന്ന പ്രൈമറി ഫോളിക്കിൾസ് പ്യൂബർട്ടിയിലെത്തിയപ്പോൾ 60,000 to 80,000 ആയിട്ട് കുറഞ്ഞു. 90% പ്രൈമറി ഫോളിക്കിൾസും നശിച്ചുപോയി. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫോളിക്കുലാർ അട്രേഷ്യ. സോ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു പെൺകുട്ടിയുടെ എംബ്രിയോണിക് സ്റ്റേജിൽ, ഏർലി എംബ്രിയോണിക് സ്റ്റേജ് തന്നെ ഊജനസിസ് ആരംഭിക്കും. ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ഏകദേശം 1 മാസം കഴിയുമ്പോൾ തന്നെ ഓവറി ഫോം ചെയ്യും. ആ എംബ്രിയോയുടെ അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്ത് ഓവറിയെ ലൈൻ ചെയ്തുകൊണ്ട് ഡിപ്ലോയിഡ് സെൽസ് ഉണ്ട്. ഫീമെയിൽ ജേം സെൽസ്, ജെർമിനൽ എപ്പിത്തീലിയം. അതിലെ ഡിപ്ലോയിഡ് സെൽസിന് പറയുന്ന പേര് ഫീമെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ ഊഗോണിയ എന്ന് പറയും. അത് ഉടനെ തന്നെ എന്ത് ചെയ്യും? മൈറ്റോ ഡിവിഷൻ, എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ മൈറ്റോ ഡിവിഷൻ ആരംഭിക്കും. ലാർജ് നമ്പറിൽ ഊഗോണിയൽ സെൽസ് ഉണ്ടാവും. ഊഗോണിയൽ സെൽസ് നിരന്തരം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഊഗോണിയൽ സെൽസിൽ ചിലത് അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? മൈറ്റോ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് മിയോസിസ് 1 പ്രോഫേസ് 1 കടന്ന് അറസ്റ്റഡ് ആവും. അപ്പോൾ ആ സ്റ്റേജ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഊസൈറ്റ്. അങ്ങനെ ധാരാളം പ്രൈമറി ഊസൈറ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഉണ്ടാവുന്ന പ്രൈമറി ഊസൈറ്റിന് ചുറ്റും ഒരു ലെയർ സെൽസ് വരും. ആ സെൽസിന് പറയുന്ന പേര് ഗ്രാനുലോസ സെൽസ്. ഇപ്പോൾ ടോട്ടൽ സ്ട്രക്ചറിന് പറയുന്ന പേര് പ്രൈമറി ഫോളിക്കിൾ. അങ്ങനെ എംബ്രിയോണിക് സ്റ്റേജിൽ, ഒരു ഫീമെയിൽ ചൈൽഡിന്റെ എംബ്രിയോണിക് സ്റ്റേജിൽ ധാരാളം എന്തുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു? പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജനിക്കുന്ന സമയത്ത്, ബർത്ത് സമയത്ത് ഓരോ ഓവറിയിലും എബൌട്ട് 1 മില്യൺ പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടായിരിക്കും. ഒരു പ്രൈമറി ഫോളിക്കിൾ പോലും പുതുതായിട്ട് ജനിച്ചതിന് ശേഷം ഉണ്ടാവത്തില്ല. അതായത് ഒരു ഊഗോണിയൽ സെൽസ് പോലും പുതുതായിട്ട് ജനിച്ചതിന് ശേഷം ഫോം ചെയ്യത്തില്ല. എല്ലാ ഊഗോണിയൽ സെൽസും അതിന്റെ മൈറ്റോഡ് ഡിവിഷൻ ബർത്തിൽ വെച്ച്, ബർത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്ത് അവരെല്ലാം എന്തായി മാറിയിട്ടുണ്ടായിരിക്കും? പ്രൈമറി ഊസൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. NCERTലെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: നോ മോർ ഊഗോണിയ ആർ ഫോംഡ് ആഫ്റ്റർ ബർത്ത്. ഇപ്പോൾ ഊഗോണിയ ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തുമില്ല? പ്രൈമറി യൂസൈറ്റും ഇല്ല. പ്രൈമറി യൂസൈറ്റ് ഉണ്ടാവുന്നില്ലെങ്കിൽ പുതുതായിട്ട് എന്തും ഉണ്ടാവത്തില്ല? പ്രൈമറി ഫോളിക്കിളും ഉണ്ടാവത്തില്ല. ജനിക്കുമ്പോൾ എത്ര പ്രൈമറി ഫോളിക്കിൾ? എബൌട്ട് 1 മില്യൺ. അന്ന് തൊട്ട് പ്യൂബർട്ടി വരെയുള്ള ടൈമിൽ ഏകദേശം 12-13 വർഷം ഈ പ്രൈമറി യൂസൈറ്റ് പ്രോഫേസ് 1 തന്നെ അറസ്റ്റഡായി കിടക്കുകയാണ്. ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പിന്നെ സംഭവിക്കുന്നത്, ഈ 1 മില്യൺ ഉണ്ടായിരുന്ന പ്രൈമറി ഫോളിക്കിൾ കുറേ എണ്ണം 90% നശിച്ചു പോയിട്ട് പ്യൂബർട്ടിയിലെത്തുമ്പോൾ ഏകദേശം 60,000 തൊട്ട് 80,000 പ്രൈമറി ഫോളിക്കിൾസേ അവശേഷിക്കത്തുള്ളൂ. ആ പ്രക്രിയയ്ക്ക് പറയും ഫോളിക്കുലാർ അട്രേഷ്യ. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ പ്യൂബർട്ടി സമയത്ത് ആ പെൺകുട്ടിയുടെ ഓവറിക്കകത്ത് ഏകദേശം 60,000 തൊട്ട് 80,000 വരെ പ്രൈമറി ഫോളിക്കിൾ. പ്രൈമറി ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ മധ്യത്തിരിക്കുന്ന എന്താണ്? അതിനകത്തിരിക്കുന്ന എന്താണ്? പ്രൈമറി ഊസൈറ്റ്, പ്രോഫേസ് 1 പ്രൈമറി ഊസൈറ്റ്. ഇനി അത് മാറ്റം നടക്കാൻ പോകുന്ന, ആ മിയോസിസ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് പ്യൂബർട്ടിയിലാണ്. അതുകൊണ്ടാണ് ഊജനസ് നമ്മൾ എന്തായിട്ട് പറഞ്ഞ് ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്. ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ആരംഭിച്ചു, ബർത്തിൽ ടെമ്പററിലി അറസ്റ്റഡ് ആയി, and it get restarted at the time of puberty. That's why oogenesis is a discontinuous process, but on the while spermatogenesis is a continuous process. Clear? Okay, thank you.